പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇനി അവശേഷിക്കുന്ന നിലവറ ബി നിലവറയാണ്. അതിലാണ് പലരുടെയും കണ്ണ്. ഇത് തുറക്കുമോ തുറക്കത്തില്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആരാണ് ഇതിന് പിന്നിൽ? ഇത് വലിയൊരു ചോദ്യം തന്നെയാണ്. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയധികം നിധിശേഖരങ്ങളുണ്ട്, സ്വർണമുണ്ട്, കോടാനുകോടി രൂപയുടെ സ്വർണം ഉൾപ്പെടെയുള്ളവ ഉണ്ട് എന്നറിഞ്ഞത് മുതൽ അതിനെ ചുറ്റിപ്പറ്റി പല വിവാദങ്ങൾ വന്നതാണ്. ഇത് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ സ്വത്താക്കി മാറ്റണം, ഇത് തിരുവിതാംകൂറിൻ്റെ സ്വത്തായിരുന്നതാണ്, അപ്പോൾ അത് സ്റ്റേറ്റിന് കൈമാറേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ തുടങ്ങി. പിന്നെ ഇത് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ സ്വത്തായിട്ട് രാജകുടുംബം അനുഭവിക്കാൻ പാടില്ല, അതിന് പ്രത്യേക ട്രസ്റ്റി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് പലവിധ വിവാദങ്ങൾ വന്നതാണ്. ഇത് 2011 പത്മനാഭൻ്റെ ഒരു ദാസനായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്മനാഭനെ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു സ്വാമിയാണ് ഇതിനാദ്യമായിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്റ്റേ ഉണ്ടാവുകയാണ് ഇത് രാജകുടുംബത്തിൻ്റെ കൈകടത്തലിനെതിരെ. പിന്നീട് അത് ഹൈക്കോടതി ശരിവെക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും ആദ്യം സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലാണ് ഒരു ഇടക്കാല ഉത്തരവ് വന്നത്. പക്ഷേ ഇത് ആചാരാനുഷ്ഠാനങ്ങളെ ബാധിക്കുന്നതാണെന്നും ആചാരാനുഷ്ഠാന പ്രകാരം ഇത് ക്ഷേത്രത്തിൻ്റെ സ്വത്തായിട്ട് തന്നെ നിൽക്കണമെന്നുമൊക്കെയുള്ള ഒരു വാദം വന്നതിൻ്റെ പിന്നിലാണ് ഇത് രാജകുടുംബത്തിൻ്റെ സ്വത്തായിട്ട് ക്ഷേത്രം നിൽക്കുമെങ്കിലും ഇതിനൊരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റിയായിരിക്കും ഇതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയായി പ്രവർത്തിക്കുക. ഇതിൻ്റെ പ്രവർത്തനം അവരിലൂടെയായിരിക്കും നടത്തുക എന്ന് പറഞ്ഞാണ് ജില്ലാ ജഡ്ജി ചെയർമാനായിട്ടുള്ള കേന്ദ്ര പ്രതിനിധി, സംസ്ഥാന പ്രതിനിധിയൊക്കെയുള്ള ഒരു കമ്മിറ്റി ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈ സ്വത്തിന് എന്നും ആൾക്കാർ കാവലുണ്ടായിരുന്നു. ഇത് രാജാവ് പല ഘട്ടങ്ങളിലായിട്ട് രാജകുടുംബക്കാർ കൊണ്ടുപോയിരുന്നു എന്ന് പറയുന്നവർ തന്നെ തങ്ങൾക്കിത് കിട്ടണം എന്നുള്ള രീതിയിലും വാദിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും അതിഭയങ്കരമായ ആഭരണങ്ങളുടെയും ഒക്കെ ഒരു നിധി തന്നെ ഉണ്ടായിരുന്നു. ഇത് നോർത്ത് ഇന്ത്യയിലേക്കാണെങ്കിൽ പലപ്പോഴും ഇത് നോർത്ത് ഇന്ത്യയിൽ ഓരോ ആക്രമണങ്ങൾ വരുന്നപ്പോഴും അത് മുസ്ലിം ആക്രമണമായിരുന്നു ആദ്യം. പിന്നീട് നമ്മുടെ ബ്രിട്ടീഷുകാരടക്കമുള്ളവർ പലപ്പോഴായിട്ട് ഇത് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ ഇതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും ഒരുപാട് നിധികുംഭങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിധികുംഭങ്ങൾ പലതും കാണാനില്ല. ഇപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രം ഇത് എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അന്നത്തെ അതിശക്തനായിരുന്ന മാർത്താണ്ഡവർമ്മ നമ്മുടെ തിരുവിതാംകൂറിനെ വികസിപ്പിച്ച് ഓരോരോ ഭാഗങ്ങളായി, കായംകുളം, അങ്ങനെ മാവേലിക്കര, ഓരോ പ്രദേശങ്ങളായിട്ട് കൈക്കലാക്കി വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയൊക്കെയുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്ത്, ക്ഷേത്രങ്ങളുടെ നിധികൾ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു, അവിടെ വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ ക്ഷേത്രങ്ങളിലൊക്കെ നിന്നാൽ ഇത് നിലനിൽക്കില്ല, ഇത് പലരായി ചൂണ്ടിക്കൊണ്ടു പോകുമെന്നായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭയം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇത് നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ എ നിലവറ ബി നിലവറയിലൊക്കെയായി കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. ഇതിൽ സ്വർണ്ണ നാണയങ്ങൾ തന്നെ 1 കിലോ വരുന്ന ഏതാണ്ട് 750ഓളം സ്വർണ്ണ നാണയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിന് പുറമെ വലിയ 18 കിലോ വരെ ഭാരമുള്ള ആഭരണങ്ങൾ, പിന്നെ കൈത്തള, കാൽത്തള തുടങ്ങി ഒരുപാട് പാത്രങ്ങൾ, പല വിധത്തിലുള്ള പാത്രങ്ങൾ എല്ലാം സ്വർണത്തിലുള്ളതാണ്. അങ്ങനെ പിന്നെ ബെൽജിയം രത്നങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തും അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ കാലത്തും ഒക്കെ ആയിട്ട് പല സ്ഥലത്തു നിന്ന് ലഭിച്ച, മഹാരാജാവിന് ലഭിച്ച രത്നങ്ങൾ, ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ സ്വത്തായിട്ട് അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു പ്രധാന നിധിയായി അങ്ങനെ സൂക്ഷിക്കാൻ കഴിഞ്ഞത് രാജകുടുംബം ഇത് പത്മനാഭൻ്റെ കാൽക്കൽ വെച്ചിട്ട് അത് നൽകിയത് കൊണ്ടാണ്. ഇത് വിവിധ ക്ഷേത്രങ്ങളിലെ സ്വത്ത് തന്നെയാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് അങ്ങനെ നിന്നത് ബാക്കി പല ക്ഷേത്രങ്ങളിൽ നിന്നൊന്നും കാണാനില്ല. വളരെ കുറച്ച് തിരുവാഭരണം എന്ന് പറയുന്ന പോലെ ചില
ആചാരങ്ങൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ ഒഴിച്ച് മറ്റൊന്നും ഇപ്പം പല ക്ഷേത്രങ്ങളിലും കാണാനില്ല. ഇതൊക്കെ പല ക്ഷേത്രങ്ങളിൽ നിന്നും അദ്ദേഹം ശേഖരിച്ചു വെച്ചതാണ്. ഇതിവിടെ ശേഖരിച്ചു വെച്ചുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ചോർച്ച നടന്നിട്ടുണ്ട്. ഭീകരമായ ചോർച്ച വളരെ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നടന്നിട്ടുണ്ട്. ഇത് 16-ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ട് മാർത്താണ്ഡവർമ്മ ശേഖരിച്ച് വെച്ചിരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതുപോലും കാണില്ലായിരുന്നാണ്. മാർത്താണ്ഡവർമ്മയും പിന്നീട് വന്ന മഹാരാജാക്കന്മാരും ഇത് പത്മനാഭന് ഈ രാഷ്ട്രം തന്നെ സമർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം പത്മനാഭന്റെ കാൽക്കീഴിൽ നിൽക്കണമെന്ന് കരുതി അവിടെ വെച്ചിരുന്നുകൊണ്ടാണ് നിന്നതെന്നുള്ളതാണ് സത്യം. അപ്പം ഇത് വെളിവാക്കുന്നത് ക്ഷേത്ര സ്വത്ത് തന്നെയാണ് എന്നുള്ളതാണ് ചരിത്രകാരന്മാരിൽ പലരും പറയുന്നത്. പക്ഷെ ബി നിലവറയിലാണ് ദുരൂഹത മുഴുവൻ നിൽക്കുന്നത്. ബി നിലവറ തുറക്കാൻ പാടില്ലെന്നാണ്. തുറന്നാൽ അതിനൊരുപാട് അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം തുറന്നാൽ ഇതാരെങ്കിലും അടിച്ചുകൊണ്ട് പോയെന്നുള്ളതുകൊണ്ടായിരിക്കാം തിരുവനന്തപുരം അല്ലെങ്കിൽ തിരുവിതാംകൂർ വെള്ളത്തിൽ മുങ്ങിപ്പോവും. പിന്നെ അതുപോലെ ഏതോ ഒരു യക്ഷിയുണ്ട്, യക്ഷി നാടിനെ ബാധിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതും ഈ പണ്ടൊക്കെ ഉള്ളത് അങ്ങനെയാണല്ലോ. പലരും പിന്നെ ഒരു ബാൻ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനെ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ബി നിലവറ അങ്ങനെ തുറക്കാറില്ല. ഇപ്പം അതും തുറക്കണം, തുറന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് പുതിയതായി വരുന്ന വാദം. എന്തായാലും ക്ഷേത്രങ്ങളുടെ സ്വത്ത് നിലനിൽക്കണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാക്കി സൂക്ഷിച്ചില്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ പലപ്പോഴും അസ്ഥാനത്തിലാകും എന്നുള്ളതാണ് പലയിടത്തും കണ്ടിട്ടുള്ള കഥ. എന്തായാലും പത്മനാഭൻ്റെ മുമ്പിലേത് അങ്ങനെ കാത്തു സൂക്ഷിക്കപ്പെട്ടു. ഇത് അറിഞ്ഞത് മുതൽ, ഇത്രയധികം നിധി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് മുതൽ ഇത് കൈയിട്ട് വരാനും എണ്ണാനും തപ്പി നോക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് രംഗത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ സർക്കാർ ഇതിനകത്ത് ഇപ്പോൾ പറയുന്നുണ്ട് ഇത് തുറക്കണമെന്ന് ഒരിക്കലും സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. കാരണം ഇത് അവരുടെ ഒരു സംയുക്ത സമിതിയിലുണ്ടായ ഒരു നിർദ്ദേശം മാത്രമാണ്. സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നവരും അല്ലാതെ ക്ഷേത്ര ഉപദേശക സമിതിയുമുണ്ട്. അല്ല, ഇതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട്. സതുദ്ദേശങ്ങളും ഉണ്ടാവാം. കാരണം ഇതൊരു മ്യൂസിയം ആക്കണം, ഇതെല്ലാം കണ്ടെടുത്ത് മ്യൂസിയമാക്കി ആ മ്യൂസിയത്തിൻ്റെ സ്വത്ത് ആ മ്യൂസിയത്തിൽ സന്ദർശിക്കുന്നവർക്ക് കിട്ടുന്ന ഫീസ് ക്ഷേത്രത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം സംരക്ഷിക്കപ്പെട്ടു പോകുന്നതിനും കാരണമാകും. ഇതിങ്ങനെ ഭൂമിക്കടിയിൽ ഇരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ചിന്താഗതിയും ഉണ്ട്. ഇത് ലോകം മുഴുവൻ കാണേണ്ടതല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് കേന്ദ്ര ആർക്കിയോളജി വകുപ്പോ മറ്റോ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ സുരക്ഷയോടുകൂടി ഒരു ലോകത്തെ തന്നെ അപൂർവമായൊരു മ്യൂസിയമായിട്ട് ഇത് മാറ്റണം. അങ്ങനെ നിരവധി ടൂറിസ്റ്റുകൾക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരിക്കും. അതുപോലെ തന്നെ ഈ നിലവറകളുടെയൊക്കെ റിപ്ലിക്ക അവിടെ ഉണ്ടാക്കി വെച്ചാൽ അതിലൊക്കെ കയറി നോക്കാനൊക്കെ ആളുകൾക്ക് താല്പര്യം കാണും. ഇപ്പം എ നിലവറയിലും ബി നിലവറയിലും ആർക്കും അത് വളരെ ദുരൂഹമായ രീതിയിലുള്ള കൺസ്ട്രക്ഷനൊക്കെയാണ്. ഒരാൾക്ക് കുനിഞ്ഞ് നേരെ നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയ്ക്കുള്ള പൊക്കമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അധിക നേരം നിന്ന് കഴിഞ്ഞാൽ ശ്വാസം മുട്ടും. ഓക്സിജൻ സിലിണ്ടറൊക്കെ അവിടെ കരുതിയിട്ടാണ് അതിനകത്ത് കയറിയത് നിലവറയിലെ. അതെ. അപ്പം അതുപോലെ അപ്പം ഇതൊരു ആകാംക്ഷയും കൂടിയാണ്. അതിൻ്റെ ഒരു റിപ്ലിക്ക മോഡൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കയറാനും എൻട്രി ടിക്കറ്റും ഒക്കെ എടുത്ത് കയറുന്നതിനൊക്കെ ഒരുപാട് പേർക്ക് താല്പര്യം കാണും. അവിടെ കയറി നോക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ഷേത്രത്തിനകത്തെ എ നിലവറയും ബി നിലവറയും ഒന്നും ആർക്കും കയറി നോക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു റിപ്ലിക്ക എവിടെ ഉണ്ടെങ്കിൽ അതുമൊക്കെ എൻട്രി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, എൻട്രി ഫീസോടുകൂടി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർക്ക് കൗതുകമുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ വരും നേട്ടങ്ങൾ അത് പലതുണ്ട് എന്നാണ് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.